അവാർഡ് കിട്ടിയാ കെട്ടിപ്പിടിച്ചിരുന്നു എൻ്റെ ഒരു തോളിലൊക്കെ ഇട്ടോ. പറഞ്ഞു എന്തിന്റെ അവാർഡാണ്? ബെസ്റ്റ് വൈറൽ സ്കിറ്റിനുള്ള അവാർഡാണ് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ കിട്ടുമെന്ന് ഓർത്തില്ല. സ്കിറ്റ് നല്ല രീതിയിൽ വിജയിച്ചു പോയി. പുതിയ സിനിമ ഇനി അടുത്ത് ഇറങ്ങാൻ പോണ പുതിയ സിനിമ എന്തെങ്കിലും? സിനിമ നമുക്കങ്ങനെ ഇപ്പൊ പഠിത്തമൊക്കെ ആയതുകൊണ്ട് അതിന്റെ പറയും. രണ്ടുപേരും പേര് പറഞ്ഞു. വീണ്ടും നമ്മുടെ കൺഫ്യൂഷൻ ആക്കണാണ്. വീണ്ടും ഫ്ലവേഴ്സിൽ തന്നെ ഇങ്ങനെ തുടർന്ന് പോകാനാണോ? ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറച്ച ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. പക്ഷെ എന്തുവാ ഹാപ്പി ന്യൂ ഇയർ. പുതിയ സ്കിറ്റ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അല്ല, ഇറങ്ങാനുണ്ട്. അല്ല, കോട്ടയം. ഈ അവാർഡ് പഠിക്കാൻ വേണ്ടി വന്നത് അമ്മയപ്പനും അതാരാണെന്ന് പരിചയപ്പെടുത്തും. ഇവിടെ ഉണ്ടോ ഇപ്പൊ? അങ്ങ് നിൽക്കുക. പ്ലസ് ഉണ്ട്. കോട്ടയം. സിനിമയിലൊന്നും അങ്ങനെ അവസരം കിട്ടുന്നുണ്ടോ അതോ വേണ്ടെന്ന് വെച്ചിട്ടാണ്? വേണ്ടെന്ന് വെച്ചിട്ടല്ല, കിട്ടിയാൽ പോകുമല്ലോ. അടുത്തമായി ഈ പ്രോഗ്രാമായിട്ട് എങ്ങനെ പോകുന്നു? അവിടെ ചെല്ലുമ്പോ രാത്രി ഇരുന്ന് നോട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിൽ പഠിക്കും. സ്കൂളിലൊക്കെ ഫാൻസ് ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് തിരിച്ചറിഞ്ഞു തുടങ്ങി. എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? മുമ്പായിരുന്നപ്പോ ഒരു സെലിബ്രിറ്റി അല്ലായിരുന്നു, നോർമൽ എങ്ങനെയാണ്? പണ്ട് പോകുമ്പോ ഞങ്ങൾ ഒരേ പോസിറ്റീവ് ഇടുന്നതുകൊണ്ടല്ലേ ശ്രദ്ധിക്കുക, നേരട്ടകളായതുകൊണ്ട്. ഇപ്പൊ പരിപാടി ചെയ്യുന്നുണ്ട് മറ്റവന്മാരല്ലേ എന്നൊക്കെയാണ്. മറ്റവന്മാരല്ലേ? അതിന് വിഷമമുണ്ടോ? ഇല്ല, വിഷമശിയുള്ളൂ. മറ്റവന്മാരെന്നെങ്കിലും പറയുന്നുണ്ട്. സെൽഫി എടുക്കാനൊക്കെ വരുന്നുണ്ടോ? നിങ്ങളൊക്കെ അങ്ങനെ അടിച്ചു വിളിച്ചായിരുന്നു വീട്ടിൽ നിന്ന്? പള്ളിയിലെ ക്രിസ്മസ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇവിടത്തെ തിരിച്ച് വീട്ടിലോട്ടാണ് അടുത്ത ഷൂട്ടിലോട്ട്. ഓക്കെ, താങ്ക് യു. ഇത്ര നേരം നല്ല രീതിയിൽ പറയാമോ?